ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസബെല്ല സമ്മാനിച്ച കാറുമായി വീട്ടിലെത്തി പ്രഭയെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് കരുതി കാത്തിരുന്ന് നന്ദൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു സന്തോഷമൊന്നും പ്രഭയ്ക്ക് ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വില കൂടിയ ഒരു സമ്മാനങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പ്രഭ. ഇതേ സമയം വരുന്ന സിദ്ധു ആണെങ്കിലും ആ കാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് ഇസബെല്ല സമ്മാനിച്ചതാണെന്ന് നന്ദൻ പറയുമ്പോൾ ഇങ്ങനെ വില കൂടിയ സമ്മാനങ്ങളൊക്കെ തരുന്നവർക്ക് മറ്റെന്തെങ്കിലും ഗൂഢമായിട്ടുള്ള ലക്ഷ്യം കാണുമെന്നും അതോ ഇനി സോഷ്യൽ മീഡിയയിൽ കണ്ടതെല്ലാം സത്യമാണോ, നിന്റെ ഭാര്യയോട് നീ ഇതിനെക്കുറിച്ച് പറഞ്ഞോ, പ്രധാനപ്പെട്ട ഒരു ഫയല് കാണാതായതിൻ്റെ പേരിൽ തീ തിന്ന് നടക്കുകയാണ് ആ പാവം, അതിൻ്റെ പേരിൽ ദേവിയയ്ക്ക് MLA സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം, അതിനെക്കുറിച്ചൊക്കെ നിനക്ക് വല്ല ചിന്തയുണ്ടോ? ചന്ദ്രോത്തി ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഉടനെ തന്നെ ഈ കാർ തിരികെ ഏൽപ്പിക്കാൻ നന്ദനോട് കർശനമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ സിദ്ധു പോയതിനു ശേഷം പ്രഭ നന്ദനോട് പറയുന്നുണ്ട് സിദ്ധു പറഞ്ഞതെല്ലാം ശരിയാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാറ് ഇസബെല്ലയെ തന്നെ തിരികെ ഏൽപ്പിക്കണമെന്നും ഇനി ഇത്തരം വില കൂടിയ സമ്മാനങ്ങളൊന്നും ഒരിക്കലും ആരിൽ നിന്നും കൈപ്പറ്റരുതെന്നും പറയുന്നുണ്ട്. പിന്നീട് രാധികയാണെങ്കിൽ ശാരിക കുറേ സമയമായിട്ട് വീട്ടിൽ തിരികെ എത്താതിനെ തുടർന്ന് ദേവികയെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ദേവിക രാധികയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശാരിക പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്നും അവളെ ഒരുപാടൊന്നും അങ്ങനെ നിയന്ത്രിച്ച് നിൽക്കാൻ കഴിയില്ല, ഞാൻ തന്നെ വലിയൊരു ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അമ്മ ഏതായാലും സമാധാനമായിട്ടിരിക്കുക, നമുക്ക് അവളോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കെവിനും ശാരികയും അവരുടേതായിട്ടുള്ള പ്രണയലോകത്താണ്. ശാരിക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നെല്ലാം കെവിൻ പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് തുറന്നു പറയാനുള്ള ഒരു സമ്മർദ്ദം വീട്ടിൽ നിന്നും ഉണ്ടെന്നെല്ലാം ശാരിക പറയുമ്പോൾ തൽക്കാലം അത് ആരും അറിയണ്ട, ഞാൻ പറയുന്നത് വരെ ശാരിക എല്ലാവരോടും എന്നിട്ട് വെളിപ്പെടുത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അതിന് സമ്മതം മൂളുന്നുണ്ട് ശാരിക. ഏതായാലും ശാരികയുടെ പോക്ക് അപകടത്തിലേക്കാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്, കെവിൻ അവളെ ചതിക്കും. പിന്നീട് ശാരിക പോയതിന് ശേഷം കെവിൻ ഇസബെല്ലയെ വിളിക്കുന്നു. ദേവികയുടെ അനിയത്തി ശാരിക ഞാൻ പറയുന്നതിനപ്പുറം ഇനി പോകില്ല എന്നും അവൾ പൂർണ്ണമായിട്ടും എൻ്റെ പരിധിക്കുള്ളിലായി കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ദേവികയെ പൂട്ടാനുള്ള ഒരായുധമാണ് എനിക്ക് ശാരിക, ഏതായാലും നീ ഈ കളി തുടരണം കെവിനെ, നിനക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിൽ നീ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്നെല്ലാം ബെല്ല പറയുന്നുണ്ട് കെവിനോട്. ഇതിൻ്റെ പേരിൽ ദേവികയും നന്ദനും തമ്മിൽ തെറ്റണം, ദേവികയെ ഉപേക്ഷിച്ച് നന്ദൻ എൻ്റെ അടുത്തേക്ക് വരണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ ബെല്ല. പിന്നീട് പ്രഭ നന്ദനോട് ചോദിക്കുന്നുണ്ട് ദേവികയുടെ പ്രധാനപ്പെട്ട ഫയലാണ് കാണാതായിരിക്കുന്നത്, അത് കാണാതായതിൻ്റെ പേരിൽ ദേവികയുടെ MLA സ്ഥാനം വരെ നഷ്ടമാകും എന്നല്ലേ സിദ്ധു പറഞ്ഞത്, അത് കാണാതായതിൻ്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, നീയാണോ അതിന് പുറകിലെങ്കിൽ നീ അതെന്നോട് തുറന്നു പറയണം, നിനക്ക് എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നവളാണ് ഈ അമ്മ, മക്കളെ നേർവഴിക്ക് നടത്താൻ കഴിയാത്ത ഒരു അമ്മ എന്നൊരു ആക്ഷേപവും ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് പറനന്ദ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ വീണ്ടും ചോദിക്കുമ്പോൾ അമ്മയോട് ഞാനൊന്നും മറയ്ക്കുന്നില്ല, ഞാൻ തന്നെയാണ് ആ ഫയലെടുത്ത് ഇസബെല്ലയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും നന്ദൻ പ്രഭയോട് തുറന്നു പറയുന്നു. അമ്മ ഇതാരോടും തുറന്നു പറയരുതെന്നും മറ്റാരോടും പറയരുത് എന്നുള്ള കാര്യവും നന്ദൻ പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയമാണ് അവരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ദേവിക ഇതെല്ലാം കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട്, അവരുടെ ഈ സംസാരമെല്ലാം. അതോടുകൂടി തന്നെ നന്ദൻ തന്നെ ചതിക്കുകയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ദേവിക മനസ്സിലാക്കുന്നു. തുടർന്ന് സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നു. എന്നോടിങ്ങനെ കാണിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് നന്ദനെ വലിച്ചു കീറുന്നുണ്ട് കേട്ടോ ദേവിക. എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്ത പ്രഭയും ദേവിക വെറുതെ വിടുന്നില്ല, പ്രഭയും പൊളിച്ചെടുക്കുന്നുണ്ട് ദേവി. അങ്ങനെ ദേവിക ഇത്രയും ദിവസം അനുഭവിച്ചു വന്ന ആ മാനസിക സമ്മർദ്ദത്തിന് വലിയൊരു പരിഹാരമാണ് ഉണ്ടാവുന്നത് ആ ഫയൽ തിരികെ കിട്ടുന്നതോടുകൂടി. ഏതായാലും ഇതറിയുന്ന സിദ്ധു ആണെങ്കിലും നന്ദനെ വെറുതെ വിടുന്നില്ല. പാവം ദേവിക മോളെ ചതിച്ച നന്ദുവിനെ ആ ചന്ദ്രോത്ത് നിന്ന് തന്നെ ആട്ടി ഇറക്കി വിടുകയാണ് സിദ്ധു ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രോത്ത് നിന്നും പുറത്താക്കപ്പെട്ട നന്ദു വീണ്ടും ഇസബെല്ലയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇസബെല്ലയ്ക്കും അത് തന്നെയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്